നായകനല്ല വില്ലൻ. കെൻസിംഗ്ടൺ ഓവലിലെ വെള്ളക്കാരന്റെ കഴുത്തറുത്ത് കൊല്ലുന്ന വില്ലൻ അത് DSP സിറാജ് തന്നെയാണ്. ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിന് പകരമായിട്ട് മത്സരം തന്നെ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ഇന്ത്യയുടെ കൈക്കുമ്പിളിൽ ഗംഭീറിന്റെ കാൽക്കൽ കൊണ്ടുവച്ചിരിക്കുന്നു DSP സിറാജ്. ബൂമ്ര ഇല്ലെങ്കിലും ഇന്ത്യൻ ബോളിംഗ് നിര ആളിക്കത്തും. ആ കാട്ടുതീയിൽ ആരും എരിഞ്ഞടങ്ങും. പേരുകേട്ട ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ കെൻസിംഗ്ടൺ ഓവലിൽ നിർത്തി കത്തിക്കാൻ കഴിഞ്ഞ ആണൊരുത്തന്റെ പേര് മുഹമ്മദ് സിറാജ് എന്ന് തന്നെയാണ്. പണ്ടം കലങ്ങുന്ന എറിയാണ് സിറാജ് എറിഞ്ഞത്. ഈ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ സീരീസിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ എറിഞ്ഞ് എനിക്ക് വിശ്രമം വേണ്ട, വർക്ക് ലോഡ് മാനേജ്മെന്റ് വേണ്ട, ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് അൺഅപ്രീഷിയേറ്റഡ് ബോളർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഈസ് മുഹമ്മദ് സിറാജ്. സിറാജിക്ക ഒരവതാരം തന്നെയാണ്. ഇന്ന് 35 റൺസ് മാത്രം മതിയായിരുന്നു വെള്ളക്കാരനെ കെൻസിംഗ്ടൺ ഓവലിൽ ഇന്ത്യയുടെ ശവക്കുഴി ഒഴിക്കാൻ. പക്ഷേ അങ്ങനെ അങ്ങ് ജയിക്കാൻ വിടാൻ ഉറപ്പിച്ചിരുന്നില്ല മുഹമ്മദ് സിറാജ്. ഇഞ്ചക്ഷൻ എടുത്ത് തന്നെയാണ് സിറാജ് പന്തെറിഞ്ഞത്. കാരണം നേരെ നിൽക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ തളർന്നിരുന്നു. 76 ഓവറുകൾ എറിഞ്ഞ് പഴകിയ പന്തിൽ ഇത്ര കൃത്യതയോടെ ആക്യുറസിയോടെ കളിക്കണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് അയാൾ ഓരോ പന്തിലും ഇടുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതൊരേ ഒരു സിറാജിന്റെ തീയുണ്ടകൾക്ക് മുന്നിൽ ഇന്ന് വെള്ളക്കാരന് മറുപടിയില്ലായിരുന്നു. എഴുതി തള്ളിയവരെ, അവന് വേണ്ടി ശവക്കുഴി വെട്ടാൻ കാത്തിരുന്നവളെ, നിങ്ങളുടെ എല്ലാം ശവക്കച്ച കത്തിക്കുവാനുള്ള അഗ്നി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് സിറാജ്. ഇത് സിറാജിന്റെ കാലം, ഗംഭീർ ഇറ. സൂപ്പർ സ്റ്റാർസിനെ ആർക്ക് വേണം? കോഹ്ലിയെ വേണ്ട, രോഹിത്തിനെ വേണ്ട, എന്തിനേറെ പറയുന്നു ബോളിംഗിലെ ഗോൾഡ് ലെവൽ സ്റ്റാറ്റസ് ഉള്ള ജസ്പ്രീത് ബുംറയെ പോലും ഇല്ലാതെ കെൻസിംഗ്ടൺ ഓവലിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ പച്ചയ്ക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻനിര പോരാളി ഈ സിറാജിക്ക തന്നെയാണ്. സൂപ്പർ. സിറാജ് തൂക്കി കളി മൊത്തത്തിൽ.